ഒമാനിൽ എൻഒസി നിയമം നിലനിർത്തണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ സർക്കാർ സമിതി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നു. തൻഫീദ് പദ്ധതി നടത്തിപ്പിന് പിന്തുണ നൽകുന്ന ഇംപ്ലിമെന്റേഷൻ സപ്പോർട്ട് ആൻഡ് ഫോളോ അപ്പ് യൂണിറ്റ് ട്വിറ്ററിലാണ് ഇത് സംബന്ധിച്ച വോട്ടെടുപ്പ് നടത്തുന്നത്. വിദേശികളടക്കമുള്ളവർക്ക് അടുത്ത 6 ദിവസ കാലയളവിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ട്. 2014 ജൂലൈ 1 മുതലാണ് തൊഴിൽ മേഖലയിൽ ക്രമീകരണത്തിന്റെ ഭാഗമായി 2 വർഷത്തെ വിസാ നിരോധവും എൻഒസി നിയമവും കർശനമായി നടപ്പാക്കി തുടങ്ങിയത്. ഇതുപ്രകാരം വിസ റദ്ദാക്കി പോകുന്നവർക്ക് പുതിയ തൊഴിൽ വിസയിൽ വരുന്നതിന് പഴയ സ്പോൺസറുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. എൻഒസി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് 2 വർഷത്തേക്ക് വിസാ നിരോധവും നിലവിൽ വന്നു. രാജ്യത്തേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് നിയമപരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കം വിവിധ മേഖലകളിൽ നിന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക വൈവിധ്യവത്കരണ പദ്ധതികളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം നടന്ന തൻഫീദ് ലാബുകളിലും എൻഒസി അടക്കം തൊഴിൽ നിയമത്തിലെ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്തിരുന്നു. തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഗുണപ്രദമായ രീതിയിലായിരിക്കണം എൻഒസി നിയമം നടപ്പിൽ വരുത്താനെന്ന് തൻഫീദ് ലേബർ ലാബ് നേരത്തെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. 2 വർഷത്തെ കരാർ പൂർത്തിയാക്കിയാൽ തൊഴിൽ മാറാൻ അനുവദിക്കണമെന്നതാണ് ഈ നിർദ്ദേശത്തിലെ പ്രധാന ഭാഗം. എൻഒസി നിയമത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇൻഫോഗ്രാഫിക്സിന് കീഴിലാണ് വോട്ടെടുപ്പ്. ഇതുവരെ 607 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 61% പേരും എൻഒസി നീക്കുന്നതിനോട് യോജിക്കുന്നുവെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 30% പേർ എൻഒസിയെ അനുകൂലിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ട്വീറ്റിന് കീഴിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണുള്ളത്. എൻഒസി പൂർണ്ണമായി എടുത്തുകളയണമെന്നത് മുതൽ 2 വർഷത്തെ വിസാ കാലാവധി പൂർത്തിയാക്കുന്നവർക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ എൻഒസി നിർബന്ധമാക്കരുത് എന്നതടക്കം അഭിപ്രായങ്ങൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്.